അജ്ഫാൻ കുട്ടിക്കയുടെ വീട്ടിലാണ് ഇപ്പോൾ ഞാനുള്ളത്. 11 വർഷങ്ങൾക്ക് മുമ്പ് ബാംഗ്ലൂരിൽ നിന്ന്. ശരിക്കും ഇതിന് എത്ര കോസ്റ്റ് ഉണ്ടാവും? അതുപോലെ മൊത്തത്തിൽ പ്ലാന്റ്സിൻ്റെ വെറൈറ്റി പ്ലാന്റ്സിൻ്റെ ഒരു ലോകം. ഒരു ചാണടിയിൽ ഇതുപോലെ മാങ്ങ തൂങ്ങി നിൽക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ചിലപ്പോൾ നിങ്ങളുടെയൊക്കെ വീട്ടിലുണ്ടായിരിക്കാം. ഞാനിന്ന് ഒരു ലാൻഡ്സ്കേപ്പ് കാണാൻ വന്നത്, ഒരു ലാൻഡ്സ്കേപ്പ് പ്രൊജക്റ്റ് ചെയ്ത് കാണാൻ വന്ന. കാരണം നമുക്ക് വീട് പണി നടക്കുന്നുണ്ട്, അതേപോലെ തന്നെ നമ്മുടെ ഓഫീസിൻ്റെ ഒക്കെ ലാൻഡ്സ്കേപ്പ് നമുക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ ഞാൻ ലാൻഡ്സ്കേപ്പ് ചെയ്യുന്നൊരു ടീമിനെ കണക്ട് ചെയ്തപ്പോൾ എനിക്ക് മലപ്പുറത്തുള്ള സൊള്ള ആർക്കിടെക്റ്റ് എന്നുള്ളൊരു ടീമിനെ കണക്ട് ആയി കിട്ടി. അപ്പോൾ അവർ ചെയ്തൊരു പ്രൊജക്റ്റ് ഉണ്ട്, നമ്മുടെ അജ്ഫാൻ കുട്ടിക്കയുടെ പ്രൊജക്റ്റ്, വീടിൻ്റെ പ്രൊജക്റ്റ്. അജ്ഫാൻ കുട്ടിക്കയുടെ വീട്ടിലാണ് ഇപ്പോൾ ഞാനുള്ളത്. ആ വീടാണ് പുറകിൽ കാണുന്നത്. അപ്പോൾ ഇവിടുത്തെ ലാൻഡ്സ്കേപ്പ് മൊത്തം ചെയ്തിട്ടുള്ളത് നമ്മുടെ സൊള്ള ആർക്കിടെക്റ്റ് എന്നുള്ള ഷഹീർ എന്നുള്ള ഒരു ആർക്കിടെക്റ്റാണ് അവർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം ചെയ്ത് പ്രൊജക്റ്റ് ഒന്ന് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് തന്നെ നമ്മുടെ കുട്ടിക്കാൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നാണ്. അപ്പോൾ ഇവിടെ വന്ന സമയത്ത് ഞാൻ ഫസ്റ്റ് കണ്ട കാഴ്ച ഒരു അതിമനോഹരമായിട്ടുള്ള കാഴ്ച. നമ്മുടെ മാങ്ങ നിലത്തോടൊപ്പം തൂങ്ങി നിൽക്കുന്ന രീതിയിൽ ഒരു മാങ്ങ തൂങ്ങി നിൽക്കുന്നു. അതുപോലെ ഒരുപാട് പ്രകൃതി മനോഹരമായിട്ടുള്ള കണ്ണിന് കുളിർമേകുന്ന ഒരുപാട് കാഴ്ചകൾ നമുക്കിവിടെ കാണാനുണ്ട്. അപ്പോൾ അത് നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ഇങ്ങനെ വീഡിയോ വരുന്നത്. ഒരുപാട് പ്ലാന്റ്സ്, ട്രീസൊക്കെ ഇവിടെ പുറത്തൊക്കെ കിട്ടുന്ന രീതിയിൽ നല്ല കോസ്റ്റ്ലിയിലെ ട്രീസ്, പ്ലാന്റ്സൊക്കെ ഇവിടെ ഫിക്സ് ചെയ്തിട്ട് കുട്ടിക്ക് ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് നമ്മുടെ ഈ വർക്കെല്ലാം ചെയ്തിട്ടുള്ള ആർക്കിടെക്റ്റ് എന്ന് പരിചയപ്പെടാണ്ട്. ഇതാണ് ഷഹീർ സൊള്ള ആർക്കിടെക്ട് മലപ്പുറം. ശരിക്കും നമ്മുടെ ഫീൽഡ് അല്ലത്, പക്ഷേ ഇങ്ങനെ കാഴ്ചകളെ കണ്ടപ്പോൾ, ഇങ്ങനെ പ്രകൃതി മനോഹരമായിട്ടുള്ള ഒരുപാട് കാഴ്ചകൾ കണ്ടപ്പോൾ ഇത് നമ്മുടെ വ്യൂവേഴ്സിനും ഒന്ന് കാണിക്കണം തോന്നി. കാരണം പഴയ രീതിയിലുള്ള ഒരുപാട് ചെടികളൊക്കെ നിലനിർത്തിക്കൊണ്ട് ആധുനിക പുതിയ ന്യൂ ജനറേഷനിൽ ഒരുപാട് പ്ലാന്റ്സ് കാര്യങ്ങളെല്ലാം ഇവിടെ സെറ്റ് ചെയ്തിട്ട് കണ്ടു. അപ്പോൾ ഇതിനൊക്കെ വിശേഷങ്ങളൊന്ന് പറഞ്ഞു തരണം, എങ്ങനെയൊക്കെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് ഇവിടെ ഇങ്ങനെ ചെറിയൊരു ഒരു പാത്ത് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സ്റ്റോണൊക്കെ ചെയ്തതിനു ശേഷം ഇങ്ങനെ ഒരു അടിപൊളിയായിട്ട് ഒരു പാത്ത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ശരിക്കും ഇവിടെ എന്തൊക്കെ ചലഞ്ചസ് ആണ് ഇങ്ങനെ ഒരു ലാൻഡ്സ്കേപ്പ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടായത്? ഏതൊക്കെ രീതിയിലുള്ള മെത്തേഡ്സ് ആണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് ഞങ്ങളുടെ വ്യൂവേഴ്സിനൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റും? ഓക്കെ, ഹായ്, ഐ എം ആർക്കിടെക്ട് മുഹമ്മദ് ഷഹീർ, സൊല്ല ആർക്കിടെക്ട്സ്. ഇവിടെ ഈ ക്ലയൻറ്റിനെ സംബന്ധിച്ചിടത്തോളം, നമ്മൾ പ്രത്യേകിച്ച് കുട്ടിക്കാനെ സംബന്ധിച്ചിടത്തോളം ഏകദേശം 11 വർഷങ്ങൾക്ക് മുമ്പ് ബാംഗ്ലൂരിൽ നിന്ന് പ്ലാന്റ്സുകൾ കൊണ്ടുവന്നത് അറേഞ്ച് ചെയ്തു എന്നല്ലാതെ വേറൊരു കാര്യങ്ങളൊന്നും അവർ ഇതിന് ശേഷം ചെയ്തിട്ടില്ല. അപ്പോൾ അത് ആ ഒരു സെഗ്മെന്റിലേക്കാണ് നമ്മൾ വരുന്നത്. അപ്പോൾ ഇതിലുള്ള ചലഞ്ചിങ് എന്താ വെച്ചാൽ ഓൾറെഡി ഉള്ള ലാൻഡ്സ്കേപ്പ് ഇവിടെ ഉണ്ട്. അതിനുശേഷം ഇവർക്ക് ഇനി പുതിയൊരു ലാൻഡ്സ്കേപ്പിലെ ഡിസൈനും റിനോവേഷനും ആണ് ഇവർക്ക് ആവശ്യമുള്ളത്. പാടില്ല. അത് നശിപ്പിക്കാൻ നമ്മുടെ പ്രാക്ടീസിലും അതില്ല. എസ്പെഷ്യലി ഇതുപോലത്തെ ഒരുപാട് മാവുകൾ ഇവിടെ കാണാനുണ്ട്. നല്ല മാവുകൾ, ഒരു 5-6 മാവുകൾ ഈ ഇതിനുള്ളിൽ കാണാനുണ്ട്. അപ്പൊ അതൊക്കെ അതേപോലെ നിലനിർത്തിയിട്ടുണ്ട്. പിന്നെ വെറൈറ്റി ചെടികളൊക്കെ അവിടെ കാണുന്നുണ്ട്. നമ്മളെ ചെടിയാ മരം ട്രീ തന്നെയാണ്. ഞാൻ ശരിക്കും പറഞ്ഞാൽ നമ്മൾ വീഡിയോയിൽ മാത്രം കണ്ടിട്ടുള്ള അത്തരത്തിലുള്ള ട്രീകൾ നമ്മുടെ നാട്ടുകളിലൊന്നും കാണാത്ത നല്ല കോസ്റ്റ്ലി വരുന്ന മരങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് അതിന്റെ അടുത്ത് പോയിട്ട് അത് വിശേഷങ്ങൾ കാണാം. അപ്പൊ നടന്നിങ്ങനെ പോകുന്ന വഴിക്ക് നമുക്ക് എന്തൊക്കെ വിശേഷങ്ങൾ നമുക്കത് പറഞ്ഞു കൊടുക്കുകയും ചെയ്യാം. ഇതൊക്കെ ബഫലോ നോർമൽ ഗ്രാസ് തന്നെയാണ്. ബഫലോ ഗ്രാസ് ആണ് ചെയ്തത്. ഇത് ഓൾറെഡി ഇവിടെ ചെയ്തു വെച്ചിരുന്നു. അത് നമ്മൾ അതിനെ അതുപോലെ തന്നെ നിലനിർത്തിയിട്ടുണ്ട്. പിന്നെ അവിടെ വരുന്ന ഒരു ജബോട്ടിക്ക കൊണ്ട് നല്ലൊരു പ്ലാന്റ് ട്രീ അവിടെ വെച്ചിട്ടുണ്ട്. അതേതാ വരുന്നത്? ജബോട്ടിക്ക, പേരിനെ വെറൈറ്റിയുള്ള ജബോട്ടിക്ക. അത് അതിന്റെ ബ്രാഞ്ചസിലാണ് അതിന്റെ ഫ്രൂട്ട് ഉണ്ടാവുക. ഇപ്പോൾ അത് സീസണല്ല, കുറഞ്ഞൊരു 2 മന്തിന്റെ ഇടയിൽ അത് ഉണ്ടായിരുന്നു. പേരാണ് ജബോട്ടിക്ക. അതെ, ഇത് ഈ തണ്ടുണ്ടല്ലോ, ഇതിലാണ് ഇതിന്റെ കംപ്ലീറ്റ് ഫ്രൂട്ട് ഉണ്ടാവുക. നമ്മൾ ഫ്രൂട്ടാണത് കംപ്ലീറ്റ്. അതെ, സീസണിലാണ്. ഈ സമയത്ത് ഈ തണ്ട് കാണാൻ കഴിയില്ല, കംപ്ലീറ്റ് ഫ്രൂട്ട് ആയിരിക്കും, ഫുൾ ഫ്രൂട്ട് ആയിരിക്കും. പേര് ജബോട്ടിക്കാണ്. അപ്പോൾ ജബോട്ടിക്ക ആരെങ്കിലും കണ്ടവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിന് പഴം കഴിച്ചവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക. ഇനി അടുത്തതായിട്ട് ഇവിടെ വേറൊരു വെറൈറ്റി ചെടിയുണ്ട്. എന്തോ നിങ്ങൾ നേരത്തെ ഞാൻ കയറി വന്നപ്പോൾ സമയത്ത് എന്തോ പറഞ്ഞു, ബട്ടർഫ്ലൈയോ? അതെ, ഇത് ബട്ടർഫ്ലൈസിനെ ആകർഷിക്കുന്ന ഒരു പ്ലാന്റ് ആണ്. ഇതിന്റെ പേരെന്തായിരുന്നു? ഇതാണ് ബട്ടർഫ്ലൈനെ ആകർഷിക്കുന്നത്. ഇതാണ്. ഓക്കെ. ഇതിന്റെ ഫ്ലവറിങ്, ഇത് ബട്ടർഫ്ലൈ ഈവനിങ്ങും മോർണിംഗും ഒക്കെ നല്ല ബട്ടർഫ്ലൈസ് ഇതിൽ വരും. ഇതൊരു ടൈപ്പ് ഇതുണ്ട്, തേനീച്ചകൾ കാണുന്നുണ്ടല്ലേ? അതെ, ഇത് ആക്ച്വലി ഇങ്ങനെ പാറ്റകളെ ആകർഷിക്കുന്ന ടൈപ്പുള്ള ഒരു പ്ലാന്റ് ആണ്. ഇത് നമ്മൾ ഏകദേശം ഒരു സ്ഥലത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഭാഗത്തേക്ക് പാറ്റകൾ ആകർഷിച്ചു വരും. അതേപോലെ ഇത് നാരങ്ങ പോലെ, നമ്മുടെ ലെമൺ പോലെ. ലെമൺ ബുഷ് ഓറഞ്ച്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ കാണുന്ന മുതലാണ്, നമ്മളെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന മുതൽ. അതൊരു സാധനമാണ്. കാരണം നമ്മുടെ കണ്ണിന് എവിടെ എത്ര നാച്ചുറൽ ആയിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഇത് നമുക്ക് ഇങ്ങനെ കാണുമ്പോൾ ഒരു വെറൈറ്റി ഫീൽ, ഒരു വിദേശ രാജ്യങ്ങളിലൊക്കെ പോയിട്ടുള്ളൊരു ഫീലാണ് ഈ ഒരു സംഭവം ശരി. ശരിക്കും ഇവരുടെ പേരെന്താ? ഇത് ഫൈക്കസ് മൈക്രോകാർപ്പ എന്നാണ് ഇതിന്റെ പേര് വരുന്നത്. പേരിനെ കുറച്ച് ടഫാണ് അല്ലേ? കാര്യം ഇത് നമ്മൾ ഇവിടെ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള കാര്യം നമ്മുടെ ക്ലയന്റിന്റെ ബേസിൽ ഈ ഒരു ലാൻഡ്സ്കേപ്പിൽ ഏറ്റവും
മിസ്സിംഗ് ആയി പോയ ഒരു പ്ലാന്റ് ആയിട്ടാണ് നമ്മൾ ഇതിനെ ഓക്കെ അലോക്കേറ്റ് ചെയ്തത്. കാര്യം ഈ ഇത്തരത്തിലുള്ളൊരു ലാൻഡ്സ്കേപ്പ് അല്ലെങ്കിൽ റെസിഡൻഷ്യൽ പ്രൊജക്റ്റിൽ വേണ്ട രീതിയിലുള്ള പ്ലാന്റ്സുകൾ അലോക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ഡ്യൂട്ടി. ആ ഡ്യൂട്ടിക്ക് അനുസരിച്ചാണ് നമ്മൾ ഈ ഒരു പ്ലാന്റിന് ഇത്രയും ഹൈറ്റുള്ള പ്ലാന്റ്, ഏകദേശം നമ്മൾ ഇങ്ങനെ പ്ലാന്റുകൾ നമ്മൾ റയർ ആയിട്ട് ഉണ്ടാവുള്ളൂ. അത് നമ്മൾ ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ പ്ലാന്റ്സിന്റെ മാർക്കറ്റ് ആയിട്ടുള്ള ആന്ധ്രയിൽ നിന്ന് ഡയറക്റ്റ് പർച്ചേസ് ചെയ്തിട്ടുണ്ട് കൊണ്ടുവന്നതാണ്. ഇതുപോലെ തന്നെ ഒന്നും കൂടി ഉണ്ട്, കിട്ടാണ്ടോ? കേരളത്തിൽ ഇത്ര കളക്ഷൻസ് കിട്ടാനില്ല. ആന്ധ്രയാണ് ശരിക്കും മെയിൻ സോഴ്സ്. അതെ. എത്ര വർഷം ശരിക്കും പഴക്കമുണ്ടാവും? ഇത് ഏകദേശം മിനിമം 20 വർഷമുണ്ട്. നഴ്സറി വേരുകളാണോ? അതെ, ഇതിന്റെ വേരുകൾ തന്നെ ഈ രീതിയിലാണ് ഉണ്ടാവുക. ട്രങ്ക് തന്നെ ആയിട്ടാണ്. ഈ വേരുകൾ തന്നെയാണ് ഇതിന്റെ ഹൈലൈറ്റ് ആയിട്ടുള്ള പോർഷൻ. ബോട്ടം ലെവലിൽ മുകൾക്ക് ടോപ്പ് ലെവലിലേക്ക് പോകുമ്പോൾ ഇതിന്റെ ബ്രാഞ്ചസ്, ഈ ബ്രാഞ്ചസ് ഇത്രയും ശിഖരങ്ങളുള്ള ഒരു 20+ എബോ ഹൈറ്റുള്ള ഇത്രയും വലിയ മരം നമുക്ക് കിട്ടാന്നുള്ളത് തന്നെയാണ് ഇതിനെ വെച്ച് ചലഞ്ച്. ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് 20 വർഷം ഇത് നനച്ചുണ്ടാക്കി സെറ്റ് ചെയ്യണം. അതെ. ആക്ച്വലി നമ്മൾ ഡിസൈൻ ചെയ്താലും ഇത് ഇതേപോലെ തന്നെ എക്സിക്യൂട്ട് ചെയ്യാന്നുള്ളതാണ് ഇതിന്റെ ചലഞ്ചിങ് കാര്യം. കാര്യം ഇത്തരത്തിലുള്ള ഒരു സംഭവം നമ്മൾ സെലക്ഷൻ കിട്ടാന്നുള്ളതാണ്. ആ സെലക്ഷന് പോലും അതിന്റെ പാർട്ടായിട്ട് ഇത് ഇവിടെ എത്തിക്കലൊക്കെയാണ് ഇതിന്റെ മെയിൻ ചലഞ്ച്. ശരിക്കും ഇതിന് എത്ര കോസ്റ്റ് ഉണ്ടാവും ഈ ഒരു സംഭവം? കോസ്റ്റ് നമ്മൾ റിവീൽ ചെയ്യലില്ല സാധാരണ. എല്ലാവർക്കും ഏകദേശം ഒരു റേഞ്ച് അറിയാൻ വേണ്ടിട്ടോ, ഒരു ക്യൂരിയോസിറ്റി ചോദിക്കാണ്. ഒരു ബിലോ 10 ഒരു 5 to 10 ആ റേഞ്ചിലായിരിക്കും ഇതിന്റെ കോസ്റ്റ് വരിക. ഇനി ഇത് ഈ വരുന്നത് ഈ സെയിം സാധനം തന്നെയാണ്. ഫൈക്കസിന്റെ പ്ലാന്റ് തന്നെയാണ് ഇത്. കുട്ടിയാണ്. ഇത് 20 വർഷം കഴിഞ്ഞാൽ ആവുന്ന സാധനമാണ് ഇത് അല്ലേ? ഓക്കെ. അപ്പൊ ഈ രീതിയിലാണ് ഇത് പൊങ്ങി വരുന്നത് അല്ലേ? ഇതിപ്പോ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള കമ്പുകളാണ്. ഇതിങ്ങനെ ഡിഫറെന്റ് ആയിട്ട് ഓരോ ബ്രാഞ്ച് ആയിട്ട് നിൽക്കാൻ വേണ്ടി. ഓക്കെ. അടിപൊളി. ഓക്കെ. പിന്നെ ഇതൊക്കെ ബഫലോ ഗ്രാസ് ആണ്. പക്ഷേ ബഫലോ ഗ്രാസ് സാധനം വ്യത്യസ്തമായിട്ടുള്ള ഒരു ബഫലോ ഗ്രാസ് ആണ്. ഒരു വൈറ്റ് ലൈൻസ് വരുന്നത് വെരിഗേറ്റഡ് ബഫലോ ആണ്. വെരിഗേറ്റഡ് പേൾ ഗ്രാസ്. വെറിഗേറ്റഡ് പേൾ ഗ്രാസ്. പല പേരുകളാണ്. നമ്മുടെ മറ്റേ BM ബെൻസ് എന്നൊക്കെ പറഞ്ഞ പോലെ തന്നെ പല വെറൈറ്റി പേരുകളാണ്. പിന്നെ ഇവിടെ ഒരു മഞ്ഞ കുറച്ച് മണ്ണുണ്ട്. ഇതെന്താ സംഭവം ഇങ്ങനെ ഒരു ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ളത്? ഇത് ആക്ച്വലി ഇതിൽ ഡിസൈൻ നമ്മൾ കൊടുത്തത് പ്രപ്പോസൽ ആ ഭാഗങ്ങളിൽ കുറച്ച് സ്റ്റോൺ ആർട്ടുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ചില സമയം കൊണ്ട് നമ്മളെല്ലാ പ്രൊജക്റ്റിലും കംപ്ലീറ്റ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യാൻ സാധിച്ചോളന്നില്ല. പക്ഷെ അതിൻ്റെ ഒരു പാർട്ടാണ് ഇത്. പക്ഷേ ഇവിടെ നമ്മൾ ഈ ഒരു പ്ലാന്റ് തന്നെ മണി പ്ലാന്റ് വെറിഗേറ്റഡ് ആണ്. ഇത് കംപ്ലീറ്റ്ലി ഈ ഭാഗങ്ങൾ ഫില്ല് ചെയ്യുന്ന സമയത്ത് ഇതൊരു യെല്ലോ കളർഡ് ഗാർഡൻ ആവും. അതിന് വേണ്ടി ചെയ്തിട്ടുള്ളൂ. ഏകദേശം 1 month ആയിട്ടുള്ളൂ. 1 month ആയിട്ടുള്ളൂ. ഇത് എനിക്ക് ബിഫോർ ഒരു 6 months കംപ്ലീറ്റ്, 6 മാസം കൊണ്ട് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഫുള്ള് യെല്ലോ ഫ്ലവേഴ്സ് ആവും. അപ്പോൾ അത് കാണാം വളരെയധികം അതിമനോഹരമാവും അല്ലേ? ഇനി ഇങ്ങനെ ബാക്കിലേക്ക് വരികയാണെങ്കിൽ ഇതെന്താണ് ട്രീ? ഒരു വെറൈറ്റി. ആക്ച്വലി ഇവിടെ ഇങ്ങനെ ഒരു ഏരിയ ഉള്ളത് നമ്മൾ വന്ന സമയത്ത് കണ്ടില്ലായിരുന്നു. കാരണം ഇത് ഇവിടെ അഴുക്കായി ഒരു ചളിയായി പിടിച്ചൊരു ഏരിയ. നമ്മൾ കാരണം ഈ റംബുട്ടാൻ നല്ല വളർന്ന് ഗ്രോത്ത് ആയിട്ട് ഇത് നമ്മൾ ഇത് പ്രൂൺ ചെയ്ത് നമ്മൾ നിർത്തിയതാണത്. ഇത് ഇങ്ങനെയല്ല, ഇത് താഴെ വരെ കംപ്ലീറ്റ്ലി ഒരു വലിയൊരു മരം നിൽക്കണ പോലെ ആയിരുന്നു. അത് നമ്മൾ പ്രൂൺ ചെയ്ത് നിർത്തി ഈ ഭാഗം ക്ലിയർ ചെയ്ത് ഇവിടെ പേൾ ഗ്രാസ് വെച്ചു. ബാക്കിൽ സൈഡിൽ ഇതുപോലത്തെ ബ്ലാക്ക് അലോക്കേഷ്യ, ഫേണ്, പീസ് ലില്ലി, യൂക്ക, ഇത് ഇങ്ങനെ ഒരു ഹൈറാർക്കി ആക്കിയിട്ട് സെറ്റ് ചെയ്തു. സാധാരണ നമ്മളെ പച്ചച്ചേമ്പ് മാത്രമേ കണ്ടുള്ളൂ. ഇതൊരു പ്രീമിയം ചെടിയാണോ? ചേമ്പിന്റെ അലോക്കേഷനിൽ പെട്ട ഒരു വെറൈറ്റിയാണ്. ഓക്കെ. അപ്പോൾ ഇതൊക്കെ ശരിക്കും ആന്ധ്രയാണ്. അത് ഇവിടുന്ന് നാട്ടിൽ ആന്ധ്രയിൽ നിന്നാണ്. അപ്പോൾ ഒരുപാട് ചെടികൾ ആന്ധ്രയിൽ നിന്ന് കളക്ട് ചെയ്തിട്ടുണ്ട്. ഈ ഭാഗത്തൊക്കെ വെറൈറ്റി കുറേ പ്ലാന്റ്സുകളൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ മൊത്തത്തിൽ പ്ലാന്റ്സിന്റെ ഒരു ലോകം. ഇതെല്ലാം പുള്ളിയും പിന്നെ നമ്മുടെ കുട്ടിക്കും കൂടി ചേർന്ന് ആന്ധ്രയിൽ നിന്നാണ് ഇതൊക്കെ ഇമ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എനിവേ താങ്ക് യു. ഓക്കെ. ഇതുപോലത്തെ വെറൈറ്റി ലാൻഡ്സ്കേപ്പുകൾ ചെയ്തിട്ട് അത് എക്സിക്യൂഷൻ പ്ലാനിംഗ് ഒക്കെ ചെയ്തിട്ട് ഇതുപോലെ നിങ്ങൾക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്ത് തരണമെന്നുണ്ടെങ്കിൽ സൊള്ള ആർക്കിടെക്ട് ഷഹീറിനെ, മലപ്പുറത്തുള്ള ഷഹീറിനായിട്ട് കണക്ട് ചെയ്യുക. കേരളത്തിൽ എവിടെയും ഇത് ചെയ്ത് കൊടുത്തുകൂടെ? കേരളത്തിൽ എവിടെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് ഇതുപോലെ അതിമനോഹരമായിട്ട് ചെയ്തു ഇമ്പോർട്ട്, അതായത് പാന്ത്രയിൽ നിന്നൊക്കെ നിങ്ങൾക്ക് അവർക്കും ഇമ്പോർട്ട് ചെയ്ത് ചെയ്യാമല്ലോ. ഓക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഷഹീറിനെ കണക്ട് ചെയ്യുക. ഏതായാലും എൻ്റെ പ്രൊജക്റ്റ് ഇതേപോലെ എനിക്ക് വളരെ മനോഹരമാക്കി തരണം. ഓക്കെ. അപ്പോൾ താങ്ക് യു. ഓക്കെ.